മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വാർഡിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഈ 65-കാരിക്ക് തന്നെ ഇനി ജയിലിലേക്ക് അയക്കുമോ എന്ന ഭയമാണ് എപ്പോഴും. ആശുപത്രിയായതുകൊണ്ടും മാനുഷിക പരിഗണന വെച്ചും ഇപ്പോൾ മകളെ കൂടെ നിൽക്കാൻ പോലീസ് അനുവദിക്കുന്നുണ്ട്. ഹൃദ്രോഗമടക്കമുള്ള ശാരീരിക അവശതകൾ വേറെയും. ജിദ്ദയിൽ ജോലിയുള്ള ഇളയ മകൻ ആദ്യമായി സുഹൃത്തു വഴി കൊടുത്തയച്ച പണം ബാങ്കിലടക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. വീട്ടുപണിക്കായി കൊടുത്തയച്ചതിന്റെ ബാക്കി പണമാണ് ബാങ്കിലടക്കാൻ എത്തിയത്. പണം കൊണ്ടുവന്നയാൾ ഉയരമില്ലാത്ത ചെറുപ്പക്കാരനാണെന്നും 3 തവണ ഫോൺ വിളിച്ചിരുന്നുവെന്നും മാത്രമാണ് മറിയുമ്മയ്ക്ക് അറിയുന്നത്. ഇദ്ദേഹം പൈസ കൊടുത്ത് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള അവരെ സ്നേഹിതന്മാരാണ്. അവന്റെ കയ്യിലെ പൈസ കൊടുത്തു പറഞ്ഞു. അവ ആരടുത്തോ കൊടുത്തിട്ടാണ് പൈസ അവിടെ എത്തിയത്. ഇനി അവാലയാണോ ഇങ്ങനെ വന്നതാണ് ഇങ്ങനെ കൊടുത്തതാണ് ഇത് എനിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നില്ല. ഉയരം കുറഞ്ഞ ഒരാൾ വന്ന് കൊടുത്തു. അതെപ്പോ കൊടുത്തു എന്നാ പറയുന്നത്? ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 12-നോ 13-നോ അങ്ങനെയാണ് ഡേറ്റ് പറയുന്നത്. ഉമ്മ അതിനെ കുറിച്ച് വേറൊന്നും അറിയില്ല. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. കുഴൽപ്പണക്കാരനെ പിടികൂടിയാൽ മാത്രമേ നിരപരാധിത്വം തെളിയിക്കാനാവൂ എന്ന ബോധ്യമുണ്ടെങ്കിലും കോടതിയുടെ കനിവ് ലഭിക്കുമെന്ന പ്രതീക്ഷ വിടാതെ കാത്തിരിക്കുകയാണ് മറിയുമ്മയുടെ മക്കളും ബന്ധുക്കളും. 500,000 നോട്ടുകൾ പിൻവലിച്ച ശേഷം കള്ളനോട്ടുമായി ഒരു പ്രായമായ സ്ത്രീയെ ബാങ്കിൽ നിന്ന് പിടികൂടുന്നതും അവർ ജയിലിലാവുന്നതും ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാകും. കുഴൽപ്പണമായി നാട്ടിലേക്ക് പണമയക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ അനന്ത് പ്രഭയ്ക്കൊപ്പം